Hello everyone. Welcome back to Literature Hurdles. Let's learn together. നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്യാൻ പോകുന്നത് A.G. ഗാർഡനറിൻ്റെ ഓൺ കറേജ് എന്ന എസ്സേ ആണ്. ആദ്യം തന്നെ നിങ്ങളെ നമ്മുടെ ഓഥറിനെ ഒന്ന് പരിചയപ്പെടുത്തിയ ശേഷം ലെസണിലേക്ക് കിടക്കാം. റൈറ്റ് സൈഡിൽ അദ്ദേഹത്തിൻ്റെ പിക്ചർ കൊടുത്തിട്ടുണ്ട്. കൂടുതൽ ഡീറ്റെയിൽസിലേക്ക് നമുക്ക് കിടക്കാം. ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ was an English journalist, editor and an author. Gardiner is best known as a prolific essayist, and his essays are known for their simplicity, elegance and gracefulness. Gardiner's uniqueness as an essayist lies in his ability to teach the basic truths of life in an easy and amusing manner. ആൽഫ്രഡ് ജോർജ് ഗാർഡിനർ എന്നായിരുന്നു അദ്ദേഹത്തിൻ്റെ മുഴുവൻ പേര്. അദ്ദേഹം ഒരു ജേർണലിസ്റ്റും എഡിറ്ററും ഓഥറുമായിരുന്നു. അദ്ദേഹം എഴുതിയ എസ്സേകളുടെ പേരിലായിരുന്നു അദ്ദേഹം ഫേമസ് ആയിരുന്നത്. എഴുതിയ എസ്സേസ് ആവട്ടെ സിംപ്ലിസിറ്റിയുടെയും എലഗൻസിൻ്റെയും പ്രസാദാത്മകതയുടെയും ഒക്കെ പേരിൽ വളരെ പ്രശസ്തമാണ്. മറ്റുള്ള റൈറ്റേഴ്സിൻ്റെ എസ്സേസിൽ നിന്നും ഗാർഡിനറിൻ്റെ എസ്സേ വളരെ വ്യത്യസ്തമാണ്. അങ്ങനെ വ്യത്യസ്തമാക്കുന്ന ഘടകം എന്താണെന്ന് വെച്ചാൽ ജീവിതത്തിൻ്റെ അടിസ്ഥാന യാഥാർത്ഥ്യങ്ങളെ വളരെ മികച്ച രീതിയിൽ അവതരിപ്പിക്കാൻ അദ്ദേഹത്തിൻ്റെ എസ്സേസിന് സാധിച്ചിരുന്നു എന്നുള്ളതാണ്. തൽക്കാലം നമുക്ക് ഓഥറിനെക്കുറിച്ച് അത്രമാത്രം നോക്കിയാൽ മതി. ഓഥറിനെക്കുറിച്ച് അധികം പറഞ്ഞ് വലിച്ചു നീട്ടുന്നില്ല. ഇനി നമ്മുടെ എസ്സേക്ക് ആദ്യം തന്നെ ഒരു ഇൻട്രൊഡക്ഷൻ നോക്കാം അല്ലേ. The essay On Courage is a part of the collection of essays entitled Pebbles on the Shore. റൈറ്റ് സൈഡിൽ ഒരു പിക്ചർ കൊടുത്തിരിക്കുന്നത് ശ്രദ്ധിച്ചില്ലേ? A.G. ഗാർഡനറിൻ്റെ എസ്സേസിൻ്റെ ഒരു കളക്ഷനാണ് ഈ ബുക്ക്. പെബിൾസ് ഓൺ ദ ഷോർ എന്നാണ് ഈ ബുക്കിൻ്റെ പേര്. നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്ന ഓൺ കറേജ് എന്ന എസ്സേ ഈ കളക്ഷനിൽ ഉൾപ്പെടുത്തിയിട്ടുള്ള ഒന്നാണ്. ദിസ് എസ്സേ ഓൺ കറേജ് provides an insightful look into the idea of what courage is like. Gardiner draws examples from various aspects of life to prove his point. Courage, he says, is of two types: the kind which happens in the heart of the moment, and the kind which is drawn out over a period of time and deliberation. While the former is more common, and the latter is difficult and rare to see. ഓൺ കറേജ് എന്ന എസ്സേയുടെ പേരിൽ നിന്ന് തന്നെ എന്താണ് ഇതിലെ കോണ്ടന്റ് എന്ന് നമുക്ക് മനസ്സിലാക്കാമല്ലേ? ശരിയാണ്, ധൈര്യത്തെക്കുറിച്ചാണ് ഈ എസ്സേയിൽ ഡിസ്കസ് ചെയ്യുന്നത്. ധൈര്യം എന്ന് പറയുന്ന കോൺസെപ്റ്റിനെ കുറിച്ച് വളരെ ആഴത്തിലുള്ള ഉൾക്കാഴ്ച ഈ എസ്സേയിൽ നമുക്ക് കാണാനാവും. ഇക്കാര്യം പ്രൂവ് ചെയ്യാനായിട്ട് ജീവിതത്തിൻ്റെ വ്യത്യസ്ത തലങ്ങളിൽ നിന്നുള്ള ഉദാഹരണങ്ങൾ ഗാർഡിനർ ഈ എസ്സേയിലൂടെ നമ്മളോട് പറയുകയാണ്. കറേജ്, ധൈര്യം അല്ലെങ്കിൽ ധീരത, ഇവയെപ്പറ്റി പറയുമ്പോൾ രണ്ട് തരം ധൈര്യത്തെപ്പറ്റി അല്ലെങ്കിൽ ധീരതയെപ്പറ്റി ഗാർഡിനർ പറയുന്നു. അതിലൊന്ന് പെട്ടെന്നുണ്ടാവുന്ന ധൈര്യം, രണ്ട് വളരെ നീണ്ട കാലം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ധൈര്യം. ഇവ രണ്ടെണ്ണത്തിലും ആദ്യം പറഞ്ഞ വളരെ പെട്ടെന്നുണ്ടാവുന്ന ധൈര്യം സർവ്വസാധാരണമാണ്. എന്നാൽ രണ്ടാമതായി പറഞ്ഞ ധൈര്യം, വളരെ നീണ്ട കാലം കൊണ്ട് ആർജിച്ചെടുക്കുന്ന ധൈര്യം എന്ന് പറഞ്ഞില്ലേ, അത് വളരെ അപൂർവമായി കാണാൻ സാധിക്കുകയുള്ളൂ. ഇതാണ് ഗാർഡിനർ ഈ എസ്സേയിലൂടെ പറയുന്നത്. ഇനി നമുക്ക് ലെസണിലേക്ക് കിടക്കാം. അതിലാദ്യമായി ഒരു ഇൻസിഡൻറ്റിൻ്റെ കാര്യം പറയുന്നുണ്ട്. ക്രിസ്മസ് സെലിബ്രേഷൻ അറ്റ് ഫ്ലാൻഡേഴ്സ്. നമുക്ക് നോക്കാം. Gardiner begins the essay with the statement that he was asked about which event of war had made the deepest impression upon him. He had selected the Christmas demonstration at Flanders, where men who had been at war declared truce for a day under the idea of brotherhood before returning the next day to the same battle. A.G. ഗാർഡിനർ ജീവിച്ചിരുന്ന കാലഘട്ടത്തിൻ്റെ പ്രത്യേകത എന്ന് പറയുന്നത് ലോകം കണ്ട വലിയ രണ്ട് മഹായുദ്ധങ്ങൾക്കും അതുപോലെ തന്നെ മറ്റു പല ചെറിയ യുദ്ധങ്ങൾക്കുമെല്ലാം സാക്ഷ്യം വഹിച്ച ഒരു കാലമായിരുന്നു അത്. ഗാർഡിനർ ഒരു ജേർണലിസ്റ്റ് കൂടിയായിരുന്നു എന്ന് അദ്ദേഹത്തെ പറ്റി പറഞ്ഞപ്പോൾ നമ്മൾ പറഞ്ഞിരുന്നു. അപ്പോൾ പറഞ്ഞു വരുന്ന എന്താണെന്ന് വെച്ചാൽ അദ്ദേഹം ജേർണലിസ്റ്റായിട്ട് വർക്ക് ചെയ്തിരുന്ന സമയത്ത് അദ്ദേഹത്തോട് യുദ്ധത്തെക്കുറിച്ചൊരു ആർട്ടിക്കിൾ എഴുതാൻ അദ്ദേഹത്തിൻ്റെ ഓഫീസ് ആവശ്യപ്പെടുന്നു. ഒട്ടും ചിന്തിക്കേണ്ടി പോലും വന്നില്ല അദ്ദേഹത്തിന്. ഫ്ലാൻഡേഴ്സ് എന്ന സ്ഥലത്ത് നടന്ന ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് അദ്ദേഹം എഴുതി. ഫ്ലാൻഡേഴ്സ് എന്ന് പറയുന്നത് ബെൽജിയമിലാണ് കേട്ടോ. അവിടെ കഴിഞ്ഞ കുറേ മാസങ്ങളായി യുദ്ധം നടന്നു വരികയായിരുന്നു. അതൊരു ക്രിസ്മസിൻ്റെ സമയമായിരുന്നു. ക്രിസ്മസ് ഈവിൽ രണ്ട് ചേരിയിൽ നിന്ന് യുദ്ധം ചെയ്തവരും ഒന്നിച്ച് സാഹോദര്യത്തോടെ ആ ദിവസം ആഘോഷിച്ചത്രേ. വീണ്ടും അടുത്ത ദിവസം വീണ്ടും രണ്ട് ചേരികളിൽ നിന്ന് അങ്ങോട്ടും ഇങ്ങോട്ടും ശത്രുക്കളായിട്ട് തന്നെ ഗവൺമെൻറ്റിൻ്റെ ഓർഡർ അനുസരിച്ച് യുദ്ധം തുടർന്നു. അപ്പോൾ ഈ ഒരു ഇവൻറ്റിൽ നിന്ന് മനസ്സിലാക്കേണ്ട എന്താണ്? ഈ ഇരുട്ട് നിറഞ്ഞ ചുറ്റുപാടിലും പ്രകാശത്തിൻ്റെ ഒരു ചെറു കണമുണ്ടെന്നല്ലേ. യുദ്ധത്തിൻ്റെ ഇടയിലും ക്രിസ്മസ് ഈവ് ഒരേ മനസ്സോടെ സാഹോദര്യത്തോടെ സെലിബ്രേറ്റ് ചെയ്യാൻ അവർ മനസ്സ് കാണിച്ചതിൽ നിന്നും പ്രതീക്ഷയുടെ ഒരു ചെറിയ കണിക നമുക്ക് കാണാനാവുമല്ലേ. അപ്പോൾ ഫ്ലാൻഡേഴ്സിൽ നടന്ന ക്രിസ്മസ് സെലിബ്രേഷനെ കുറിച്ച് ക്ലിയർ ആയല്ലോ അല്ലേ. ഇനി ഒരു ഇൻഡിവിജ്വൽ ആക്ഷനെ പറ്റി ചോദിച്ചാൽ ഗാർഡിനർ പറയാൻ പോകുന്ന മറ്റൊരു ഇൻസിഡൻ്റ് ഉണ്ട്. നമുക്കതിനെപ്പറ്റി നോക്കാം. ഇൻസിഡൻറ്റ് ഓഫ് ദ സെയിലർ ഓൺ ദ ഫോർമിഡബിൾ. ഇഫ് Gardiner was asked to name an individual action,
he would choose the incident of the sailor on the ship Formidable. The sailor had got a chance by ballot to get off the sinking ship by a boat, so he could be safe. But the moment came for him to take his place, he looked at one of his comrades and told him, "You have got parents," and said the decisive words, "I haven't." A.G. ഗാർഡനർ പറയാണ് തന്നോടൊരു ഇൻഡിവിജ്വലിൻ്റെ ധൈര്യത്തെപ്പറ്റി ചോദിച്ചാൽ ഒരു സെയിലറിൻ്റെ അനുഭവമാണ് പറയാനുള്ളതെന്ന്. ഫോർമിഡബിൾ എന്നതൊരു ഷിപ്പിൻ്റെ പേരാണ് കേട്ടോ. ഈ ഷിപ്പിൻ്റെ പേരെന്താണെന്ന് ഒരു വട്ടം എക്സാമിന് ചോദിച്ചിട്ടുള്ളതാണ്. സോ നോട്ട് ചെയ്യുക ഫോർമിഡബിൾ. അപ്പോൾ ഫോർമിഡബിൾ എന്ന ഷിപ്പിലെ സെയിലറിനുണ്ടായ അനുഭവം എന്താണെന്ന് നമുക്ക് നോക്കാം. ഇവിടെ ഈ ഷിപ്പ് മുങ്ങാൻ പോവാണ്. നോർമലി ഇത്തരം വലിയ ഷിപ്പുകളിൽ ചെറിയ ബോട്ടുകൾ സജ്ജീകരിച്ചിട്ടുണ്ടാവും. അധികം ആൾക്കാരെ ആ ബോട്ടിലൊന്നും അയച്ച് രക്ഷപ്പെടുത്താനായിട്ട് സാധിക്കില്ല. കുറച്ച് പേർക്ക് അതിൽ കയറി രക്ഷപ്പെടാൻ പറ്റും. എന്നാൽ ബാക്കിയുള്ളവർ മരണം വരിക്കേണ്ടി വരും. ബാലറ്റ് എന്ന് പറഞ്ഞാൽ നറുക്കെടുക്കുക എന്നാണ് കേട്ടോ. അങ്ങനെ ആർക്കൊക്കെ ബോട്ടിൽ കയറി ജീവൻ രക്ഷിക്കാമെന്നത് നറുക്കിട്ടു. അതിൽ നമ്മുടെ ഈ സെയിലറിന് നറുക്ക് വീണു. അതായത് അയാൾക്ക് രക്ഷപ്പെടാം. അങ്ങനെ അദ്ദേഹത്തിന് ബോട്ടിലേക്ക് കയറാനുള്ള ടേണായപ്പോൾ തനിക്കൊപ്പമുള്ള മറ്റു കോമ്രേഡ്സിനെ അദ്ദേഹം നോക്കി. എന്നിട്ട് അതിലൊരാളോടായിട്ട് പറഞ്ഞു, "നിങ്ങളെ കാത്തിരിക്കാൻ നിങ്ങൾക്ക് പാരൻസ് ഉണ്ട്, എന്നാൽ എനിക്കാരുമില്ല" എന്ന്. ഇനി ബാക്കി എന്താ സംഭവിക്കാമെന്ന് നമുക്ക് നോക്കാം. This implied that the sailor would take his comrade's place. The sailor must have hoped that with this exchange, two people less at least grieve less. The sailor had thus in effect signed his own death warrant when he uttered those words to his comrade. Thus, they exchanged places, and sailor, who had actually won the ballot, would now die with the rest. നമ്മുടെ സെയിലർ പറഞ്ഞു വരുന്നത് എന്താണെന്ന് വെച്ചാൽ അയാളുടെ അവസരം മറ്റേയാൾക്ക് കൊടുക്കുകയാണ്. തൻ്റെ കൂടെയുള്ള ആ കോമ്രേഡിന് വീട്ടിൽ കാത്തിരിക്കാൻ ആളുകളുണ്ട്. അറ്റ്ലീസ്റ്റ് അയാൾ രക്ഷപ്പെട്ടാൽ അയാളുടെ വീട്ടുകാരെങ്കിലും ദുഃഖിതരാകാതിരിക്കും. അത്രയെങ്കിലും അത്ര പേർക്ക് താൻ കാരണം ഒരു വലിയ ദുഃഖത്തിൽ വിഷമിക്കാതിരിക്കാനാവുമെങ്കിൽ അങ്ങനെ നടക്കട്ടെ എന്നാവും പാവം ആ സെയിലർ വിചാരിച്ചത്. താൻ ഇവിടെ നിന്നാൽ മരിക്കുമെന്ന് അറിഞ്ഞിട്ടും തൻ്റെ ചാൻസ് മറ്റൊരാൾക്ക് കൈമാറാൻ അയാൾ ധൈര്യം കാണിച്ചു. ബാക്കിയുള്ള അല്ലെങ്കിൽ ഷിപ്പിൽ ഉള്ള ബാക്കിയുള്ളവരോടൊപ്പം നമ്മുടെ സെയിലറും അറ്റ് ലാസ്റ്റ് മരണത്തിന് കീഴടങ്ങി. സെയിലറിൻ്റെ ചാൻസ് എക്സ്ചേഞ്ച് ചെയ്ത കോമ്രേഡ് സേഫ് ആവുകയും ചെയ്തു. Now let's talk about the sailor and his courage. The sailor had some time to deliberate upon his actions. When the time came for him to take his place upon the boat, he could have easily gone on the boat, but he did not do so. Under the normal circumstances, one would grow cold and selfish, but the sailor had proved his physical and moral courage by willing to give up his own life in this manner. This shows his true courage. ഒരു തീരുമാനമെടുക്കാനുള്ള ഒരല്പസമയം നമ്മുടെ സെയിലറിനുണ്ടായിരുന്നു അല്ലേ? ബോട്ടിൽ പോകാനുള്ള തൻ്റെ സമയമായപ്പോൾ അയാൾക്ക് ഈസിയായി അതിൽ കയറി രക്ഷപ്പെടാമായിരുന്നു. എന്നാൽ അയാളത് ചെയ്തില്ല. ഒരു നോർമൽ സർക്കംസ്റ്റാൻസിലായിരുന്നുവെങ്കിൽ ഏതൊരു മനുഷ്യനും സ്വന്തം ജീവൻ രക്ഷിക്കാനേ നോക്കിയുള്ളൂ. ശരിയല്ലേ? കുറച്ച് സെൽഫിഷ് ആവുന്നത് സ്വാഭാവികമാണ്. പക്ഷേ തൻ്റെ ചാൻസ് മറ്റൊരാൾക്ക് വിട്ടുകൊടുത്തുകൊണ്ട് മരണം വരിക്കാൻ തീരുമാനിച്ച ഈ സെയിലർ ഇവിടെ തൻ്റെ ഫിസിക്കൽ ആൻഡ് മോറൽ കറേജ് പ്രൂവ് ചെയ്തിരിക്കുകയാണ്. ഇനി മറ്റൊരു ഇൻസിഡൻറ്റിനെ കുറിച്ചാണ് A.G. ഗാർഡനർ ഇവിടെ പറയുന്നത്. 2 o'clock in the morning courage. 2 o'clock in the morning courage was recommended by Napoleon as the real thing. If a man fails in the great moment, it never means he is necessarily a coward. Mark Twain, the famous American author, once talked to a friend of Gardner on the subject of courage in men and spoke of a man whose name is associated with a book that has become a classic. They were talking about a brave man, yet he once did the most cowardly thing ever heard of any man. അടുത്തൊരു ഇൻസിഡൻറ്റിനെ പറ്റി ഇവിടെ ഗാർഡനർ പറയുകയാണ്. 2 o'clock in the morning courage എന്നാണ് ഈ സംഭവത്തെ വിശേഷിപ്പിച്ചിരിക്കുന്നത്. ഒരു ഗ്രേറ്റ് മൊമെൻറ്റിൽ ഒരാൾക്ക് ഫെയിൽ ആവേണ്ടി വന്നു എന്ന് കരുതുക. പക്ഷേ അയാൾ ജീവിതത്തിൽ ഭീരു ആവണമെന്നില്ല. പ്രശസ്തനായ അമേരിക്കൻ എഴുത്തുകാരനായ മാർക്ക് ട്വീൻ ഗാർഡനറിൻ്റെ ഒരു ഫ്രണ്ടിനോട് ഒരിക്കൽ ആണുങ്ങളിലെ ധൈര്യത്തെക്കുറിച്ച് സംസാരിക്കുകയുണ്ടായി. ഒരു പർട്ടിക്കുലർ ഒരു വ്യക്തിയെപ്പറ്റിയും ഡിസ്കസ് ചെയ്തു അത്രേ. അയാളെക്കുറിച്ച് ഒരു ബുക്കൊക്കെ പുറത്തിറങ്ങിയിട്ടുണ്ട്. പിന്നീട് ആ ബുക്ക് ക്ലാസിക് ആവുകയൊക്കെ ചെയ്തിട്ടുണ്ട്. അവർ സംസാരിച്ചത് ധൈര്യശാലിയായ ഒരാളെക്കുറിച്ചായിരുന്നു. എന്നാൽ ഒരിക്കൽ മാത്രം അയാൾക്ക് ഒരു ഭീരുവിനെ പോലെ ഒരു പ്രവൃത്തി ചെയ്യേണ്ടി വന്നു. അതെന്താണ് നമുക്ക് നോക്കാം. ഹി വാസ് ഇൻ എ ഷിപ്പ് റെക്ക് ആൻഡ് ആസ് ദ ഷിപ്പ് വാസ് ഗോയിങ് ഡൗൺ he snatched the life belt from a woman passenger and put it on himself. He was saved, and the woman was drowned. And in spite of that fearful act, the author says that he was not a coward. There was not a day of his life afterwards when he would not willingly
and in cold blood have given his life to recall that shameful act. വീണ്ടും ഒരു കപ്പൽ ദുരന്തമാണ് വിഷയം. ഇവിടെ കപ്പൽ മുങ്ങിക്കൊണ്ടിരിക്കുകയാണ്. ഇയാൾ തൻ്റെ തൊട്ടടുത്ത് നിന്നൊരു സ്ത്രീയുടെ പക്കൽ നിന്നും ലൈഫ് ബെൽറ്റ് തട്ടിപ്പറിച്ച് വാങ്ങിക്കുകയും അത് ധരിച്ച് സ്വന്തം ജീവൻ രക്ഷിക്കുകയും ചെയ്തു. എന്നാൽ ആ സ്ത്രീ മുങ്ങി മരിച്ചു. ഇത് പെട്ടെന്ന് അയാളിൽ വന്ന പേടിയിൽ നിന്നുണ്ടായ ഒരു ആക്റ്റായിരുന്നു. യഥാർത്ഥത്തിൽ അയാൾ ഒരു ധീരൻ തന്നെയായിരുന്നു. പെട്ടെന്നുണ്ടായ ആ നിമിഷത്തിൻ്റെ സമ്മർദ്ദത്തിൽ അങ്ങ് ചെയ്തു പോയതാണ്. പിന്നീട് തൻ്റെ ജീവിതത്തിൽ എന്നും ഈ നാണംകെട്ട പ്രവൃത്തി ഓർക്കാത്ത ദിവസങ്ങൾ അയാൾക്കുണ്ടായിട്ടില്ല. ഇയാളുടെ പ്രവൃത്തിയിലെ ധൈര്യത്തെപ്പറ്റി നമുക്കൊന്ന് ഡിസ്കസ് ചെയ്യാം. In this case, the failure was not in moral courage, but in physical courage. He was demoralized by the peril, and the physical coward came uppermost. If he had time to recover his moral balance, he would have died an honorable death. It is not an uncommon thing for a man to have in him the elements of both the hero and the coward. ഇവിടെ ഈ കേസിൽ പരാജയപ്പെട്ടത് അദ്ദേഹത്തിൻ്റെ മോറൽ കറേജല്ല, മറിച്ച് ഫിസിക്കൽ കറേജാണ്. ഒരു വിപത്ത് സംഭവിക്കാൻ പോകുന്നുവെന്ന ഘട്ടത്തിൽ അയാൾ ഡീമോറലൈസ്ഡ് ആയിപ്പോയി. ഇവിടെ അയാളുടെ ഭീരുത്വമാണ് മുന്നിട്ട് നിന്നത്. അദ്ദേഹത്തിന് ധാർമ്മികമായി ചിന്തിക്കാൻ ഒരല്പം ടൈം കിട്ടിയിരുന്നുവെങ്കിൽ അയാൾ ഒരിക്കലും ഈ പ്രവൃത്തി ചെയ്യില്ലായിരുന്നു. മറിച്ച് അയാളെക്കൊണ്ട് രക്ഷിക്കാൻ പറ്റുന്നത്രയും ആൾക്കാരെ രക്ഷിച്ച് ഒരു ഓണറബിൾ ഡെത്ത് അയാൾ വരിക്കുമായിരുന്നു. ഏതൊരു മനുഷ്യനിലും ധൈര്യശാലിയായ ഒരു ഹീറോയും ഒരു ഭീരുവും ഉണ്ടാവും. ഇവ സന്ദർഭത്തിനനുസരിച്ചാവും പുറത്തു വരുന്നത്. ഇനി മറ്റൊരു ഇൻസിഡൻറ്റിനെ പറ്റി നമ്മുടെ ഗാർഡനർ പറയുകയാണ്. റിമാർക്സ് ഓഫ് മിസസ് ഡിസറേലി. Gardner mentions about the delightful remarks of Mrs. Disraeli, one of the most characteristic of the many quaint sayings attributed to that strange woman. Dizzy, she said, has wonderful moral courage, but no physical courage. She always had to pull the string of his shower bath. It is a capital illustration of that conflict of the coward and the brave man that take place in most of us. Benjamin Disraeli was the man referred here, and he was called Dizzy by his wife. ഇവിടെ ഗാർഡനർ പറയുന്നത് ബെഞ്ചമിൻ ഡിസ്രേലിയെക്കുറിച്ചുള്ള റെഫറൻസ് ആണ്. UK പ്രൈം മിനിസ്റ്ററായി 2 വട്ടം ചുമതല ഏറ്റയാളാണ് ബെഞ്ചമിൻ ഡിസ്രേലി. അവിടുത്തെ മോഡേൺ കൺസർവേറ്റീവ് പാർട്ടിയുടെ രൂപീകരണത്തിൽ മുഖ്യ പങ്ക് വഹിച്ച ധീരനായ ഒരു നേതാവായിരുന്നു ബെഞ്ചമിൻ ഡിസ്രേലി. ഇവിടെ അദ്ദേഹത്തിൻ്റെ വൈഫ് അദ്ദേഹത്തിനെക്കുറിച്ച് പറഞ്ഞ ഒരു കാര്യം കൂടി ഗാർഡനർ നമ്മളോട് പറയുകയാണ്. അവർ പറയുന്നത് ഇങ്ങനെയാണ്: ഡിസി അസാമാന്യ മോറൽ കറേജ് ഉള്ള ഒരാളാണ്, എന്നാൽ ഫിസിക്കൽ കറേജ് തീരെ കുറവായിരുന്നു. അതിനൊരു എക്സാമ്പിൾ അവർ പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, അയാൾ കുളിക്കാൻ ബാത്റൂമിലേക്ക് കയറിയാൽ ഷവറിൻ്റെ സ്ട്രിങ് വലിക്കാൻ പേടിയായിരുന്നു പോലും. സോ അദ്ദേഹത്തിൻ്റെ വൈഫായിരുന്നു അയാൾക്ക് വേണ്ടി അത് ചെയ്തിരുന്നത്. ബെഞ്ചമിൻ ഡിസ്രേലിയെ പോലെ ധീരനായ ഒരാളിൽ നിന്നും ഇത്തരമൊരു കാര്യം ആരും പ്രതീക്ഷിക്കുകയില്ല. നമ്മുടെയൊക്കെ സ്വഭാവം ഒന്ന് അനലൈസ് ചെയ്യുകയാണെങ്കിൽ ചില സിറ്റുവേഷനിൽ അസാമാന്യ ധൈര്യം കാണിക്കുകയും എന്നാൽ മറ്റു ചില നിസ്സാരമായ അവസരങ്ങളിൽ വളരെ ഭീരുവായി ഒക്കെ മാറുന്ന ഒരു പ്രതിഭാസമുണ്ടാവാം. നമ്മളെല്ലാവരിലും ഒരു ഹീറോയും ഒരു കവോർഡുമൊക്കെ ഉണ്ട്. അത് വളരെ വ്യക്തമാക്കാൻ നൽകിയ ഏറ്റവും മികച്ച ഒരു എക്സാമ്പിൾ തന്നെയാണ് ബെഞ്ചമിൻ ഡിസ്രേലിയെക്കുറിച്ച് അദ്ദേഹത്തിൻ്റെ വൈഫ് പറഞ്ഞ ഈ വാക്കുകൾ. ഇനി നമുക്ക് ഈ ലെസൺ ഒരു കൺക്ലൂഷനൂടെ നോക്കാം. മോറൽ കറേജ് വേഴ്സസ് ഫിസിക്കൽ കറേജ്. The true hero is one who unites the two qualities, such as moral and physical courage. There are many who will answer the sudden call to meet peril with swift, bold steps. The courage that snatches a comrade from under the guns of the enemy or a child from the flames, etc., are inspired by an impulse that takes man out of themselves. But the act of the sailor of the Formidable was a much bigger thing, because he dealt in cold certainties, the boat and safeties, the ship and death, his life or the others, and also he thought about the comrades' old parents at home, and he chose death. പെട്ടെന്നുണ്ടാവുന്ന ചില വിപത്തുകളിൽ സഡനായിട്ട് ധീരതയോടെ ബോൾഡായിട്ട് പ്രവർത്തിക്കുന്ന അനേകം ആൾക്കാരുണ്ട്. ഫോർ എക്സാമ്പിൾ, തൻ്റെ സഹപ്രവർത്തകനെ ശത്രുവിൻ്റെ തോക്കിൻ്റെ മുമ്പിൽ നിന്നും സ്വന്തം ജീവൻ പണയം വെച്ച് രക്ഷിക്കുന്നതും, അതുപോലെ തീച്ചൂളയിൽ അകപ്പെട്ട ഒരു കുട്ടിയെ സ്വന്തം ജീവൻ പോലും നോക്കാതെ രക്ഷിക്കാൻ എടുത്തു ചാടുന്നതുമെല്ലാം ആ നിമിഷത്തിൽ നമ്മളിലുണ്ടാവുന്ന ഒരു ഇമ്പൾസിൻ്റെ ആവേശത്തിൽ നമ്മളിലുള്ള ധൈര്യശാലിയായ ഹീറോ പുറത്തേക്ക് വരുന്നതാണ്. എന്നാൽ ചില സമയങ്ങളിൽ നമ്മൾ മുമ്പ് പറഞ്ഞ 2 o'clock in the morning കറേജിലെ ആളെ പോലെ നാണം കെട്ട അത്തരം പ്രവൃത്തി ചെയ്തു നമ്മളെന്നും വരാം. അത് നമ്മളിലെ ഭീരുത്വമാണ് അങ്ങനെ ചെയ്യാൻ നമ്മളെ പ്രേരിപ്പിക്കുന്നത്. എന്നുവെച്ച് നമ്മൾ ഭീരുവാവണമെന്നില്ലതാനും. ഫോമിഡബിൾ എന്ന ഷിപ്പിൽ നമ്മൾ കണ്ട ആ സെയിലറിൻ്റെ പ്രവൃത്തി എല്ലാത്തിൽ നിന്നും ഉയർന്നു തന്നെ നിൽക്കുമല്ലേ. ആ നിമിഷങ്ങളിൽ അദ്ദേഹം എന്തിനെ പറ്റിയൊക്കെയാവും ചിന്തിച്ചിട്ടുണ്ടാവുക? ബോട്ടിനെക്കുറിച്ചും അതിൻ്റെ സേഫ്റ്റിയെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടാവാം. ഫോമിഡബിൾ ഷിപ്പിനെക്കുറിച്ചും മുന്നിലുള്ള മരണത്തെക്കുറിച്ചും ചിന്തിച്ചിട്ടുണ്ടാവാം. തൻ്റെ ലൈഫിനെയും മറ്റുള്ളവരുടെ ലൈഫിനെയും ബാലൻസ് ചെയ്ത് നോക്കിയിട്ടുണ്ടാവാം.
അതുപോലെ തന്നെ തൻ്റെ അടുത്തുണ്ടായിരുന്ന കോമ്രേഡിൻ്റെ പ്രായമായ മാതാപിതാക്കളെക്കുറിച്ചുമെല്ലാം ചിന്തിച്ച ശേഷം മരണം വരിക്കാൻ തീരുമാനിച്ചിട്ടുണ്ടാവാം. യഥാർത്ഥ ഹീറോ എന്ന് പറയുന്നത് മോറൽ ക്വാളിറ്റീസും ഫിസിക്കൽ ക്വാളിറ്റീസും യുണൈറ്റ് ചെയ്തുകൊണ്ട് ആക്ട് ചെയ്യാൻ കഴിയുന്നവനാണ് എന്ന് പറഞ്ഞ് നമ്മുടെ ഗാർഡിനർ ഈ എസ്സേ അവസാനിപ്പിക്കുകയാണ്. നിങ്ങൾക്ക് ഈ ലെസൺ ക്ലിയർ ആയി എന്ന് വിശ്വസിക്കുകയാണ്. ഈ ഡിസ്കഷൻ യൂസ്ഫുൾ ആയിരുന്നുവെങ്കിൽ തീർച്ചയായും ലൈക്ക് ചെയ്യുക. നിങ്ങളുടെ ഫീഡ്ബാക്ക്സ് കമൻറ്റ് ചെയ്യുക. ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാതെ കാണുന്നവർ ദയവായി സബ്സ്ക്രൈബ് ചെയ്യുക. താങ്ക് യു സോ മച്ച് ഫോർ ലിസണിങ്.